ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഒരു ബൗളിലോട്ട് കുറച്ച് ഗോതമ്പ് മാവും കടലമാവും ഇനി ഒരു മുട്ടയും കൂടെ പൊട്ടിച്ച് ഒഴിച്ച് ഒന്നങ്ങ് മിക്സ് ആക്കി നല്ല അടിപൊളി ഒരു ഐറ്റം ഉണ്ടാക്കി എടുത്താലോ. രാവിലെ എന്ത് ഉണ്ടാക്കുന്നുള്ള ടെൻഷനൊക്കെ മാറ്റി വെച്ചോളൂ. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം. അതിന് മുന്നേ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ ചെയ്തേക്കണേ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലോട്ട് 1 കപ്പോളം ഗോതമ്പ് മാവ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു അരക്കപ്പോളം മാത്രം കടലമാവ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. അപ്പം മുട്ട അങ്ങോട്ട് പൊട്ടിച്ചൊഴിക്കാം. ഇനി നമുക്കൊരു സ്പൂൺ വെച്ചിട്ട് നല്ല പോലെ ഒന്നങ്ങ് മിക്സാക്കി കൊടുക്കാം. അപ്പൊ ഇങ്ങനെ ഈ മുട്ടയുടെ ആ മുട്ടയൊക്കെ നന്നായിട്ട് ആ ഒരു മാവിലോട്ട് കോട്ടായിട്ട് വരുന്ന രീതിയിൽ നന്നായിട്ട് ഒന്നങ്ങ് മിക്സാക്കി ഇതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. അപ്പൊ നമുക്ക് ഇങ്ങനെ ബൗളിൽ ചെയ്യുന്നതിന് പകരം ഒരു മിക്സിയുടെ ജാറിൽ ഡയറക്റ്റ് ഇത് ചേർത്ത് ഇങ്ങനെ അങ്ങ് ചെയ്താലും മതി. പിന്നെ ഞാൻ വീഡിയോ എടുക്കുന്നത് കൊണ്ട് മാത്രം ഒരു ബൗളിലാക്കി ഇതുപോലെ ഒന്ന് ചെയ്ത് കാണിച്ചതാണ് കേട്ടോ. അതാകുമ്പോൾ കുറച്ചും കൂടെ എളുപ്പമാണ്. അപ്പോൾ ഇനി ഇത് ഒരു മിക്സിയുടെ ജാറിലോട്ട് ഞാനൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ എല്ലാം മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ രാവിലെ ആയിക്കഴിഞ്ഞാൽ എന്തുണ്ടാക്കും കാപ്പിക്ക് എന്നും ഒരു ആലോചനയാണ്. പക്ഷേ ഇൻസ്റ്റന്റ് ആയിട്ട് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. പിന്നെ ഈ ഗോതമ്പ് ദോശയൊക്കെ ഇഷ്ടമല്ലാത്തവർക്ക് ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി കൊടുത്തു നോക്കുക, എന്തായാലും അവർ ഇഷ്ടത്തോടെ കഴിക്കും. ഇനി ഇതിലേക്ക് ആദ്യം 1 കപ്പോളം വെള്ളം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെള്ളം ചേർത്ത് ഒരു സ്പൂൺ വെച്ചിട്ട് ഒന്നങ്ങ് മിക്സാക്കി ഇളക്കി കൊടുക്കാം. മൊത്തത്തിൽ എല്ലാം കൂടെ ഒന്ന് മിക്സ് ആവട്ടെ. അപ്പൊ നല്ലപോലെ മിക്സ് ആക്കാം. അതിനു മുന്നേ കുറച്ച് ഉപ്പ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്, ഇതിന് ആവശ്യത്തിനുള്ളത്. ഉപ്പും കൂടെ ചേർത്തിട്ട് വേണം ഒന്ന് ഇളക്കി എടുക്കാനായിട്ട്. അപ്പൊ ദാണ്ടെ കുറച്ച് തിക്കാണ്. അപ്പൊ കുറച്ചും കൂടെ ലൂസായിട്ടാണ് നമുക്ക് മാവ് കിട്ടേണ്ടത്. അപ്പൊ ഞാൻ ഒരു അരക്കപ്പിലും കുറച്ച് താഴെയായിട്ട് വെള്ളം ചേർത്തിട്ടുണ്ട്. ചേർത്തിട്ട് ഒന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പൊ ടോട്ടൽ ഞാൻ ഒരു 1.5 കപ്പോളം, 1.5 കപ്പ് ഫുള്ളായിട്ട് പറയാനില്ല, അതിലും കുറച്ച് കുറവായിട്ട് വെള്ളം ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് അരച്ചെടുത്ത് കൊണ്ടുവരാം. അപ്പൊ ദാണ്ടെ ഇതുപോലെ ഞാനൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇതാണ് മാവിന്റെ കൺസിസ്റ്റൻസി. അപ്പൊ ഞാനിത് ഒരു ബൗളിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ അത്യാവശ്യം ലൂസ് ആയിട്ടുള്ള ഒരു മാവാണ്, ബാറ്റർ ആണ്. കണ്ടോ, നമ്മുടെ ദോശമാവിലും ഒരല്പം കൂടി ലൂസായിട്ടാണ് ഇതുള്ളത്. ഇതുപോലെയാണ് ഉള്ളത്. അപ്പം ഇതിനനുസരിച്ച് വേണം വെള്ളം ചേർത്ത് ഒന്ന് അടിച്ചെടുക്കാനായിട്ട്. അപ്പൊ ഇനി നമുക്കിത് അങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി പ്രത്യേകിച്ച് ഒന്നുമില്ല. പാൻ ചൂടാക്കുക, പിന്നെ അതിലേക്ക് മാവ് നമ്മുടെ ബാറ്റർ ഒഴിച്ചിട്ട് ഒന്ന് ചുറ്റിച്ചെടുക്കാം. അപ്പൊ നിങ്ങൾക്ക് ചെറുതോ വലുതോ ആയ ദോശകൾ ചുട്ടെടുക്കാം. അപ്പൊ ഞാൻ ആദ്യം ഒരു ചെറിയ ദോശയാണ് ചുട്ടെടുക്കുന്നത്. നല്ല സോഫ്റ്റ് ആണ്, നമ്മളിങ്ങനെ കഴിച്ചുകൊണ്ടേയിരിക്കും കേട്ടോ. അത്രയ്ക്കും ടേസ്റ്റ് ആണ്. സാധാരണ ഗോതമ്പ് ദോശ എന്നൊക്കെ പറയുമ്പോൾ അങ്ങോട്ട് മാറി നിൽക്കും. ഇങ്ങനെ ഉണ്ടാക്കിയാൽ ഭയങ്കര ഇഷ്ടത്തോടെ കഴിക്കാൻ പറ്റും കേട്ടോ. അപ്പൊ ഞാൻ കുറച്ച് നെയ്യ് അതിന്റെ മുകളിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇനി ആ ഒരു സൈഡും കൂടെ ഒന്നങ്ങ് വേവിച്ചെടുത്തിട്ട് നമുക്ക് ഇങ്ങോട്ട് എടുത്ത് മാറ്റാം. അപ്പോൾ ആ ഒരു സൈഡും കൂടെ ഒന്നായിട്ടുണ്ട്. അപ്പോൾ അതാണ്ടേ ഞാനൊന്ന് എടുക്കുന്നുണ്ട് പാനിൽ നിന്ന്. ഇനി നമുക്ക് കുറച്ചുകൂടി വലിയൊരു ദോശയും കൂടെ ഞാനൊന്ന് ചുട്ട് കാണിച്ചു തരാം. വലുതോ ചെറുതോ ഒക്കെ ആയിട്ട് ദോശ ചുട്ടെടുക്കാം. നല്ല അടിപൊളിയായിട്ട് ഇളകിയൊക്കെ വരും. ഇനി അതിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് നെയ്യ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നെയ്യ് ഓപ്ഷനിലാണ് കേട്ടോ, വേണമെങ്കിൽ മാത്രം. പക്ഷേങ്കിൽ നെയ്യൊക്കെ ചേർത്ത കുട്ടികൾക്കൊക്കെ കുറച്ചും കൂടെ ടേസ്റ്റ് ആയിട്ട് കഴിക്കാൻ പറ്റും, അവർക്ക് ഇഷ്ടത്തോടെ കഴിക്കാം. അപ്പോൾ ഇനി നമുക്ക് ആ ഒരു സൈഡിൽ നിന്ന് റെഡി ആയിട്ട് വരുമ്പോഴേക്കും ഒന്ന് തിരിച്ചിട്ട് മറ്റേ സൈഡും കൂടെ ഒന്നങ്ങ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ദാണ്ടെ ആ ഒരു സൈഡും ഒന്ന് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇത് പാനിൽ നിന്ന് അങ്ങോട്ട് എടുത്ത് മാറ്റുകയാണ്. കാണുമ്പോഴേ അറിയാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ദോശയാണെന്ന്. നമ്മുടെ സാധാരണ ഗോതമ്പ് ദോശയുടെ ടേസ്റ്റേ അല്ല കേട്ടോ. അപ്പോൾ ഞാനിതെല്ലാം ഒന്ന് ചുട്ട് കൊണ്ടുവരാം. അപ്പോൾ ദാണ്ട് ഞാൻ എല്ലാം ഒന്ന് ചുട്ടെടുത്തിട്ടുണ്ട്. നല്ല അടിപൊളി സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ദോശയാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു ദോശ ട്രൈ ആക്കി നോക്കണം കേട്ടോ. ഈ ഗോതമ്പ് ദോശ ഇഷ്ടമല്ലാത്തവരും കഴിക്കും, അത്രയ്ക്കും ടേസ്റ്റിയാണ്. അപ്പോഴിതാണ്ട് കണ്ടോ, ഇതാണ് ദോശ. ഇനി നമുക്ക് ഇതൊരു ചട്നിയുടെ കൂടെ അങ്ങോട്ട് കഴിച്ചാലോ. അപ്പം ചട്നിയോ സാമ്പാറോ പിന്നെ മീൻ കറിയോ ഒക്കെ ഉണ്ടെങ്കിലും ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിട്ട് കഴിക്കാൻ പറ്റും കേട്ടോ.
അപ്പൊ എന്തായാലും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇനി ഒരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.